ബഹുമാനപ്പെട്ട റയീസുലുലമ സുലൈമാൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ആ രൂപത്തിൽ ഉസ്താദിന് മനസ്സിലാവുന്ന രൂപത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ ഉസ്താദ് പറയുന്നത്, ഞാൻ 3 ഉസ്താദുമാരുടെ അടുത്ത് പോയിട്ടുണ്ട്, ഞാൻ പിന്നെ അതിൽ ഈ 3 ഉസ്താദുമാരും എന്നെ ആ രൂപത്തിലല്ല പഠിപ്പിച്ച്. അപ്പോൾ ഞാൻ ഉസ്താദിനോട് ഒരു കൗണ്ടർ എന്നുള്ള നിലയ്ക്ക് ഉസ്താദിനോട് ചോദിച്ചു, അപ്പോൾ ഉസ്താദ് വിദ്യാർത്ഥികൾ പറഞ്ഞത് അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെന്താ നമ്മൾ ചെയ്യുക, അടിക്കല്ലാതെ പിന്നെന്താ നമ്മൾ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അത് അടിക്കാതെ പഠിക്കണം, പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിൽ അവൻ കേൾക്കുന്ന രൂപത്തിൽ പറയണം എന്ന രൂപത്തിലാണ് ഉസ്താദ് സംസാരിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ അറിയുകയും നമ്മുടെ അടുത്ത ബന്ധുള്ള ഉസ്താദിൻ്റെ മകൻ കൂടിയായ അബ്ദുൽ ഉസ്താദിനോടൊക്കെ സംസാരിച്ച സമയത്ത് അബ്ദുൽ ഉസ്താദ് പറഞ്ഞു, പിന്നെ ഇതാണ് വേണ്ടത്, ഇത് നല്ലൊരു പിന്നെ ത്വരീഖാണ് എന്ന് പറഞ്ഞ് അംഗീകരിക്കേണ്ടി കുറഞ്ഞ സമയം സംസാരിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഇന്നത്തെ ടോക്ക് സീരീസിൽ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട അൻവർ ഹസനി ഊരകമാണ്. ഹാപ്പി സോണിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസൾട്ടേഷനുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രൊജക്റ്റ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നിരന്തരം നമ്മുടെ സ്ഥാപനങ്ങളും അതുപോലെ സ്ഥാപനങ്ങൾ നയിക്കുന്ന പ്രഗത്ഭരായ നേതാക്കളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മോൾഡിങ്, അത് കംപ്ലീഷൻ, അതിൻ്റെ പൂർത്തീകരണം അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് ടോക്ക് സീരീസുമായി മുന്നിൽ വരുന്നത്. വർത്തമാന സാഹചര്യത്തിലെ അനിവാര്യമായ സന്ദർഭോചിതമായ ഒരു ചർച്ചയുമായിട്ടാണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരുന്നത്. കഴിഞ്ഞ 1-2 ചർച്ചകളിൽ ധാരാളം പ്രതികരണങ്ങളൊക്കെ വന്നു, ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വന്നു. അതിൽ വലിയ മഹാന്മാരായ ദീർഘകാല അനുഭവമുള്ളവരും നല്ല സാമർഥ്യമുള്ളവരും കഴിവുള്ളവരും ഇതിനെ, നമ്മുടെ ചർച്ചകളെ അംഗീകരിച്ചും അതിനെ പ്രോത്സാഹിപ്പിച്ചും അതിനോട് പിന്തുണച്ചും പ്രതികരണം അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, നമ്മൾ ഈ സംവിധാനമായിട്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, ഗുണകരമായ മാറ്റങ്ങൾ നമ്മൾ നേരിട്ടിടപെടുന്നിടത്തും നമ്മൾ മുഖേന ഈ 2ാം സ്റ്റെപ്പിലൂടെ വരുന്ന, അതായത് നമ്മുടെ അടുത്ത് നിന്ന് ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തത് ഉൾക്കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒരുപാട് റിസൾട്ടുകൾ, പറഞ്ഞ് വാചകം കൊണ്ട് തീർക്കാൻ കഴിയാത്ത അത്രയും വൈകാരികമായ ഭയങ്കര ഉപകാരമുള്ള റിസൾട്ടുകൾ കണ്ടു. എന്നാലും വളരെ അപൂർവമായി ചില അപശബ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വളരെ ഒറ്റപ്പെട്ട ചില അപശബ്ദങ്ങൾ. അതാണ് ഇന്ന് നമുക്ക് ചർച്ചയ്ക്ക് വരുന്നത്. അതിൽ കഴിഞ്ഞ ഒരു അഭിപ്രായങ്ങളിൽ പൊതുവിൽ തോന്നുന്നതും ചില ആളുകൾ നമ്മോട് നേരിട്ട് തന്നെ പറഞ്ഞ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇതൊരു പുതിയ സംഗതിയാണല്ലോ, ഇവിടെ മുൻകഴിഞ്ഞ ഒരുപാട് പ്രധാനികളായ ആലിമീങ്ങൾ അവർക്ക് കൊണ്ടുവന്ന ഒരു സിസ്റ്റം, ഒരുപാട് പണ്ഡിതന്മാർ കൊണ്ടുവന്ന ഒരു സംവിധാനം, ഈ സംവിധാനത്തിൽ നിങ്ങൾ തിരുത്തൽ കൊണ്ടുവരികയാണോ, അവർക്കൊന്നും മനസ്സിലായില്ല എന്നാണോ ഇപ്പോൾ നിങ്ങൾ പറയുന്നത്? ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ്. ഈ അടുത്ത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഏതോ ഒരു ആളുടെ വോയിസ് അയച്ചു. ആ വോയിസ് എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. ആ വോയിസിൻ്റെ രത്ന ചുരുക്കം, ഇയാളിപ്പോൾ നമ്മളെ ഇമാമിങ്ങളോ അല്ലെങ്കിൽ മുൻഗാമികളൊക്കെ പറഞ്ഞതിനെതിരെ പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വോയിസാണ്. ഞാൻ പറഞ്ഞു, ഒന്നുകിൽ അദ്ദേഹത്തോട് നേരിൽ എന്നെ കാണാൻ പറയാം, അല്ലെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ട് വിളിക്കാനോ സംസാരിക്കാനോ പറയാം. കാരണം എനിക്ക് കുറേ സമയം ചിരി വന്നു, പിന്നെ സഹതാപവും അവരോടൊരു കൃപയും തോന്നി എനിക്ക്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തെക്കുറിച്ചുള്ള നിർദ്ദേശം, ആ നിർദ്ദേശമാണ് നമ്മൾ അടിസ്ഥാന തത്വമായി മുന്നിൽ വെക്കുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ദീന് പഠിക്കാൻ വേണ്ടി, ഇൽമ് പഠിക്കാൻ വേണ്ടി കൂടുതൽ സമയം ചിലവഴിച്ച സ്വഹാബികൾ. അതിൽ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹുവിനെയും മറ്റൊരാളെയും അയക്കുന്ന സമയത്താണ് നബിതങ്ങൾ പറഞ്ഞ ആ വാക്ക് പലപ്പോഴും ഹദീസുകളിൽ പലയിടത്തും കാണുന്നത്. എന്ത്? ബശിറ വലാ തുനഫിറ, യസ്സിറ വലാ തുഅസ്സിറ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു അടിസ്ഥാനപരമായ ഒരു ഫണ്ടമെൻ്റലായ ഒരു ഉസൂലിയായ ഖായിദയാണ് ഈ വിഷയത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. 1, അപ്പോൾ അതതിൻ്റെ ആദർശം. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിസ്ഥാനപരമായി ഈ അധ്യാപനത്തിൽ സ്വീകരിച്ച മാർഗമാണ് ഇത്. ഇത് രണ്ടുമാണ് നമ്മൾ മുന്നിൽ വെക്കുന്നത്. പിന്നൊന്ന്, പലരും ഈ വിഷയമൊക്കെ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ തികട്ടി വരുന്നത് അടിയാണ്. അടി എന്നത് ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് ഒരു സൽക്കാരത്തിന് പോയിട്ട് ഒരാൾ അച്ചാറിനെ കുറിച്ച് ചർച്ച ചെയ്യും പോലെയാണ്. സൽക്കാരമൊക്കെ കഴിഞ്ഞിട്ട് അയാൾ അച്ചാറിനെ കുറിച്ച് ഭയങ്കര ചർച്ച. അച്ചാറിന് എരിവാണോ വേണ്ടത്, മധുരമാണോ വേണ്ടത്, അല്ലെങ്കിൽ അച്ചാറിന് പുളിയാണോ വേണ്ടത്, ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് പോലെയാണ്
ഈ ഒരു ചർച്ച എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത്രയും ബഹുലം വളരെ ദൈർഘ്യമേറിയ വളരെ സംഭവബഹുലമായ ആശയ വിഭവങ്ങളുള്ള ഒരു വലിയൊരു ചർച്ചയിലെ അല്ലെങ്കിൽ ഒരു വലിയൊരു സംഭവത്തിലെ വലിയൊരു മൂവ്മെൻറ്റിലെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇത്. അടിക്കണോ വേണ്ടേ എന്നുള്ളത്. അടിയെക്കുറിച്ച് പൊതുവായി അടിക്കുന്നവരായാലും അല്ലാത്തവരായും അംഗീകരിക്കേണ്ടി വരുന്ന ഒരാശയാണ് ഒരാൾ അടിച്ചും പഠിപ്പിക്കുന്നു, അടിക്കാതെയും പഠിപ്പിക്കുന്നു. ബാക്കിയൊക്കെ ചർച്ച തൽക്കാലം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലേക്ക് വരും. ഒരാൾ അടിച്ചു പഠിപ്പിക്കുന്നു, മറ്റൊരാൾ അടിക്കാതെ പഠിപ്പിക്കുന്നത് ഒന്ന് തന്നെ. അപ്പോൾ അടിക്കാതെ പഠിപ്പിക്കുന്നതാണോ നല്ലത്, അടിച്ചു പഠിപ്പിക്കുന്നതാണോ നല്ലത്? രണ്ടഭിപ്രായമില്ലാത്ത ഒന്നാണ് അടിക്കാതെ പഠിപ്പിക്കുന്നതാണ് നല്ലത്. അത് സ്ഥിരപ്പെട്ടാൽ അവിടെ സ്ഥിരപ്പെടുന്ന അതിൻ്റെ ഒരു അനുബന്ധമാണ്. അപ്പോൾ നിങ്ങൾ അടിച്ചു പഠിപ്പിക്കുന്നത് അടിക്കാതെ പഠിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അടിക്കാതെ പഠിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വരുമ്പോഴാണ് ചെയ്യുന്നത്. സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഇത്രയേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവിടെ ഒരു ചോദ്യമുള്ള എന്താ, പഠിപ്പിക്കാൻ കഴിയോ? അതിനാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മളെ കൂടെ ഒരാളൊരു ഇപ്പോൾ 5-10 കൊല്ലം ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നില്ലേ? ഇപ്പോൾ ചുരുങ്ങിയത് 8 കൊല്ലെങ്കിലും ഒക്കെ ഒരു വിദ്യാർത്ഥി പഠിക്കുന്നുണ്ട്, ഒരു ബിരുദധാരിയ വിദ്യാർത്ഥി. അതിനിടയിൽ ഒരു 4 മാസം പഠനമൊന്നും മുടക്കണ്ട, ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മുടെ കൂടെ ഇരുന്ന് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ റെഡിയുണ്ടോ? നമുക്ക് അത് പരിശീലിക്കാം. ഇത്രയേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ കഴിഞ്ഞ കാലത്തെ സ്വാലിഹീങ്ങളായ മഹാന്മാരെല്ലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ മഹാന്മാരെല്ലാം ഈ ഒരു ആശയത്തെ മുൻതൂക്കം നൽകിയവരാണ്. സ്വാലിഹീങ്ങളായ എല്ലാ മഹാന്മാരും. അതിൽ ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഒക്കെ ഉസ്താദ്, എനിക്ക് നേരിട്ടറിയാവുന്ന, ഞാൻ പഠിച്ച എൻ്റെ ഉസ്താദ്, പേരോട് ഉസ്താദ് അല്ലെങ്കിൽ ഉസ്താദിൻ്റെ ഉസ്താദ്, ഇവരിൽ നിന്നെല്ലാം ഞാൻ അനുഭവിച്ചത് അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്, ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ അനുഭവിച്ചത്. എൻ്റെ ഉസ്താദ്, അവരുടെ ഉസ്താദുമാർ, ഇവരെല്ലാം ഈ ആശയം അംഗീകരിച്ചത് ഞാൻ കണ്ടതാണ്. അതായത് അടിക്കാതെ പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പിന്നെ അടിക്കേണ്ടതില്ല എന്നുള്ള ഈ വിഷയത്തിൽ എല്ലാവരും ഇത്തിഫാക്കാം, എല്ലാവരും ഏകോപിച്ച് പറയുന്ന അഭിപ്രായം. ഈ അടുത്ത് നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺസൾട്ടൻസിക്ക് വേണ്ടിയിട്ട് പ്രൊജക്റ്റ് ചെയ്തല്ലോ. ഈ പ്രൊജക്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ പല ആളുകളോടും നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അതിൽ നമ്മൾ കണ്ടൊരു രസകരമായൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോഴുള്ള പുതിയതായി തഹസീലായി ഇറങ്ങുന്ന ഉസ്താദുമാർ അല്ലെങ്കിൽ അധ്യാപകരായി വരുന്ന ആളുകൾ, അവരോട് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര എന്താ പറയുക, വളരെ നല്ലൊരു പൊള്ളൽ എന്ന് പറഞ്ഞാൽ അവർക്കെതിരെയാണോ ഇത് ഈ പറയുന്നത് തോന്നിപ്പോകുന്ന രൂപത്തിൽ. എന്നാൽ കുറച്ചും കൂടെ സീനിയോറിറ്റി ഉള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ തെളിച്ചു പറയുകയാണെങ്കിൽ നേതൃനിരയിലുള്ള നമ്മുടെ ആലിമീങ്ങളോട്, ഉസ്താദുമാരോട്, അധ്യാപകരോട് സംസാരിക്കുന്ന സമയത്ത് അവർ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഈ ചില ആളുകളോട്, ചില പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളോട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് മണിക്കൂറുകളെടുത്ത് നമ്മൾ അവരോട് സംസാരിക്കും. അപ്പോൾ അതിൽ വളരെ നേതൃനിരയിലുള്ള ആളുകളാണെങ്കിൽ ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോഴേക്ക് അവരുടെ ഇടയിൽ ഇത് സ്വീകാര്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ആ രൂപത്തിൽ ഉസ്താദിന് മനസ്സിലാവുന്ന രൂപത്തിൽ നമ്മൾ സംസാരിച്ചപ്പോൾ ഉസ്താദ് പറയുന്നത്, ഞാൻ 3 ഉസ്താദുമാരുടെ അടുത്ത് പോയിട്ടുണ്ട്, അതിൽ ഈ 3 ഉസ്താദുമാരും എന്നെ ആ രൂപത്തിലല്ല പഠിപ്പിച്ച്. അപ്പം ഞാൻ ഉസ്താദിനോട് ഒരു കൗണ്ടർ എന്നുള്ള നിലയ്ക്ക് ഉസ്താദിനോട് ചോദിച്ചു, അപ്പോൾ ഉസ്താദ് വിദ്യാർത്ഥികൾ പറഞ്ഞത് അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെന്താ നമ്മൾ ചെയ്യുക, അടിക്കല്ലാതെ പിന്നെന്താ നമ്മൾ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അത് അടിക്കാതെ പഠിക്കണം, പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിൽ അവൻ കേൾക്കുന്ന രൂപത്തിൽ പറയണം എന്ന രൂപത്തിലാണ് ഉസ്താദ് സംസാരിച്ചത്. അപ്പോൾ അതേപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ അറിയുകയും നമ്മുടെ അടുത്ത ബന്ധുള്ള ഉസ്താദിൻ്റെ മകൻ കൂടിയായ അബ്ദുൽ ഉസ്താദിനോടൊക്കെ സംസാരിച്ച സമയത്ത് അബ്ദുൽ ഉസ്താദ് പറഞ്ഞു, ഇതാണ് വേണ്ടത്, ഇത് നല്ലൊരു ത്വരീഖാണ് എന്ന് പറഞ്ഞ് അംഗീകരിക്കേണ്ടി കുറഞ്ഞ സമയം സംസാരിക്കേണ്ടി വന്നിട്ടുള്ളൂ. നേരെ മറിച്ച് പുതിയതായി വരുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വാഗ്വാദങ്ങൾ, സംവാദങ്ങൾ നടത്തേണ്ടി വരുന്നുള്ളൂ. എന്താണ് അതിന് കാരണം എന്നുള്ളതാണ്. അതിൽ ശരിക്കും ഈ വൈകാരികതക്ക് അടിമപ്പെടുമ്പോഴാണ് ഈ ഒരു വിഷയം വരുന്നത്. വൈകാരികതക്കപ്പുറം നാം നമ്മളിലേക്ക് തിരിയുകയും എന്നിട്ട് നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആന്തരിക അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ പലപ്പോഴും അടിയുടെ ഗ്യാപ്പ് കിട്ടൂല, അതറിയുന്നില്ല. പിന്നൊന്ന്, ഉള്ളിൽ ഈ മെൻറ്റാലിറ്റി കിടക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഈ ചെറിയ വിദ്യാർത്ഥികളൊക്കെ കുട്ടിക്കാലത്ത് അധ്യാപകരായി അഭിനയിക്കുന്നത് കാണാം. എങ്ങനെയാണ് അഭിനയിക്കുക?
ഒരു വടിയെടുത്തിട്ട് ഈ സസ്യങ്ങളെയൊക്കെ തല്ലിയിട്ട് വേണം എന്ന് പറഞ്ഞാൽ അതുപോലെ ഉള്ളിൽ എവിടെയോ ആഴ്ന്ന് കിടക്കുന്ന ഒരു ചിന്ത, ആ ചിന്തയാണ് ഇവരെ വേദനിപ്പിക്കുന്നത്. അധ്യാപകന്റെ ആയുധമാണ് വടി എന്നുള്ളൊരു ആശയം. അധ്യാപകന്റെ ആയുധം സ്നേഹമാണ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അധ്യാപകൻ. ആ അധ്യാപകൻ മുയസ്സിറ. ആ ഒരു ആശയം സ്ഥിരപ്പെടണം. അവിടെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ എടുത്ത് ഉദ്ധരിക്കാം. പക്ഷെ ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരു അധ്യാപകന്റെ ജീവിതത്തിലെ മാർഗനിർദ്ദേശമായോ അടിസ്ഥാന തത്വമായോ വരില്ല. അതായത് ആദ്യം ഒരു അധ്യാപകനിൽ നിന്ന് ഫോക്കസിങ് വരേണ്ടത്, പരമശ്രദ്ധ വരേണ്ടത്, പ്രഥമ ശ്രദ്ധ വരേണ്ടത് ഒരു അധ്യാപകന്റെ സ്നേഹത്തിലൂടെ കുട്ടിയെ വളർത്തിയെടുക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരിക്കലും പിന്നെ ഒരു വിഷയമുള്ളത്, നമ്മളിപ്പോൾ ഈ വിഷയം പറയുമ്പോൾ, അതായത് ഈ അധ്യാപനവുമായി ബന്ധപ്പെട്ട ചർച്ചയിലെ ചെറിയൊരു ഡോട്ട് മാത്രമാണിത്. അത് വരുമ്പോൾ ചിലരുടെ മനസ്സിലൊക്കെ വരുന്നത് പഴയ കാലത്തൊരു ചോദ്യമാണത്. പഴയ കാലത്തെ ചില അധ്യാപകർ, ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ നമ്മളുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് നടക്കുമ്പോൾ ഒരു അധ്യാപകൻ ചോദിച്ചു, എന്നെ നന്നായി തല്ലിപ്പഠിപ്പിച്ച ഒരു അധ്യാപകനെ ടീച്ചറെ എനിക്കിപ്പോഴും നല്ല സ്നേഹമാണ്, നല്ല ഓർമ്മയുണ്ട്, അദ്ദേഹം പഠിപ്പിച്ചത് ഓർമ്മയുണ്ട്, മറന്നിട്ടുമില്ല. അപ്പോൾ ഞാനും തല്ലിപ്പഠിപ്പിച്ചത് നല്ലോണം പഠിച്ചിട്ടുണ്ട്, കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, അത് കുട്ടികൾ ഓർക്കുന്നുണ്ട്, അവർക്ക് സ്നേഹമുണ്ട്. അതേസമയത്ത് ഇപ്പം തല്ലാതെ പഠിപ്പിക്കുന്നുണ്ട്, അപ്പോൾ അതുപോലെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ നിഷേധിക്കാത്തൊരു സത്യം എന്താന്ന് പറഞ്ഞാൽ, തല്ലിപ്പഠിപ്പിച്ചാൽ വിജയിക്കില്ല എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, തല്ലിപ്പഠിപ്പിച്ചാൽ ചിലപ്പോൾ വിജയിക്കും, സ്നേഹം ഉണ്ടാകും, തിരിച്ച് സ്നേഹവും കിട്ടും ചിലപ്പോൾ. പക്ഷേ അത് തല്ലാതെ പഠിപ്പിക്കുന്നതിനേക്കാൾ പുണ്യമല്ല, മഹത്വമല്ല. ഒന്ന്, അതിനേക്കാൾ മാരകമായ ഒരു സത്യമുണ്ട്. ഒരു ദിവസം നിങ്ങൾ തന്നെയായിരുന്നു അനുഭവം പറഞ്ഞിരുന്നത്. ഒരധ്യാപകൻ, ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരു ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ച് അല്ലേ? ആ കുട്ടി പറഞ്ഞത്, എനിക്ക് ഏറ്റവും ദേഷ്യം മുസ്തഫിനോടാന്ന് പറഞ്ഞു. കാരണം അടി കിട്ടിയതിന്റെ പേരിൽ ഇതിനാൽ ചൊല്ലിയാണ് എനിക്ക് അടി കിട്ടിയത്, കൂടുതൽ അടി കിട്ടിയത്. മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ സെൻറ്ററിൽ ഒരു സിറ്റിങ്ങിന് വന്ന ഒരു കുട്ടിയെ കുറിച്ച്, അവന് വീട്ടിൽ വന്നാൽ വീടിന്റെ ചുറ്റുഭാഗം ഓടുക, ഇത്തരം ഒരു അസ്വസ്ഥത കാണിച്ചൊരു കുട്ടിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയിരുന്നത്, അതായത് ഒരു മാതാവ്, ഒരു മദർ, ഒരു ഉമ്മ ഒരു കുട്ടിയെയും കൊണ്ടൊരിക്കൽ എൻ്റെ അടുത്ത് വന്നു. കുട്ടി ഒരു 7ാം ക്ലാസ്സിലെങ്ങാനാണ് പഠിക്കുന്നത്. ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞു, സമീപ ദിവസങ്ങളായി കുട്ടി വല്ലാതെ വയലൻ്റ് ആകുന്നു. ആ വയലൻ്റ് ആകുന്നതിന് ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഒരു ദിവസം മുഴുവൻ, എനിക്കതിപ്പോഴും ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, കാരണം കളവ് പറയാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട്. മുഴുവൻ സമയം രാവിലെ മുതൽ വൈകിട്ട് വരെ വീട് ചുറ്റും ഓടുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ പറഞ്ഞു, കുറേ ഞാൻ പറഞ്ഞു നോക്കി, പറഞ്ഞിട്ട് കേൾക്കാതെ ഇരുന്നപ്പോൾ എനിക്ക് ചിന്തിച്ചിട്ടൊന്നും മനസ്സിലാകാതെ ഞാൻ വാവിട്ട് കരഞ്ഞു കുട്ടീൻ്റെ മുമ്പിൽ. അപ്പോൾ എന്നിട്ടും അവനൊന്നും പറഞ്ഞില്ല. ഞാൻ ഈ കുട്ടിയെ കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഈ കുട്ടി എന്നോട് പറഞ്ഞത്, എൻ്റെ ചെറിയ ക്ലാസ്സിൽ വെച്ച് ഒരു ടീച്ചർ എന്നോട് പറഞ്ഞ ആ വാക്ക്, അതായത് മണ്ടെന്നോ അങ്ങനെ ഏതോ ഒരു പദപ്രയോഗം, ആ പദപ്രയോഗം എൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ പുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഓടിയത് എന്ന് ഈ കുട്ടി ഓപ്പണായപ്പോൾ, മൈൻഡ് ഓപ്പണായി. ആദ്യ കുട്ടിയൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ബ്രേക്ക് ആകുന്നത് കണ്ടപ്പോൾ റാപ്പോ സെറ്റിൽഡായി, ആ കുട്ടിയായിട്ട് നന്നായിട്ട് അടുത്തു, മാനസികമായി അടുത്തതിന് ശേഷം കുട്ടി സംസാരിക്കാൻ തുടങ്ങി. കുട്ടിക്ക് പറയാനുണ്ട്, കുറേ പറയണം. എന്നെ ഞെട്ടിച്ച സത്യം അതിലും വലുതാ. അതായത് ഈ കുട്ടി ഇത് പറഞ്ഞു, അത് വെന്റിലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഒരു കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോൾ ഈ ഉമ്മ പറയാണ്, ഇപ്പോൾ അവൻ സ്വയം പഠിക്കാൻ തുടങ്ങുന്നു, നേരത്തെ പഠിക്കാത്ത വിഷയങ്ങൾ പഠിക്കുന്നു, നേരത്തെ ഇൻട്രോവേർട്ടായിരുന്നു, എല്ലാറ്റിനും ഉൾമുഖനായിരുന്നു, ഇപ്പോൾ അവൻ പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങി, അങ്ങനെ വീട്ടിൽ ഒരു മുതിർന്ന ഒരാളെ പോലെ എല്ലാവരെയും നോക്കാൻ തുടങ്ങി. ഒരുപാട് മാറ്റം ആ കുട്ടിയിലുണ്ടായി. ഈ ഒറ്റ സംഗതി വെന്റിലേറ്റ് ചെയ്യുകയും ഈ ഉമ്മ കുട്ടിയുടെ പക്ഷം നിൽക്കാൻ പഠിക്കുകയും ചെയ്തപ്പോൾ അതൊരു മർമ്മമാണ്. സാധാരണ പാരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ലെവലിൽ, സ്കിൽ ലെവലിൽ നേടേണ്ട ഒരു വിഷയമാണത്. അതായത് ഒരു കുട്ടിയോട് എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ കറക്റ്റ് വശം കൂടി നേടിയപ്പോൾ കുട്ടിക്കുണ്ടായ മാറ്റം അത്ഭുതപ്പെടുത്തിയതാണ്. ഇവിടെയാണ് നമ്മുടെ രണ്ടാം വിഷയം. അതായത് തല്ലുന്ന സമയത്ത് ഒരു അധ്യാപകൻ്റെ തല്ലൽ അതെങ്ങാനും അതിൻ്റെ റൂട്ടിലായിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെയേറെ വലുതാണ്. ഇവിടെ ഞാൻ കൊല്ലം ജില്ലയിൽ ഒരു മാലിം ട്രെയിനിങ്, ആ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിരുന്നു. അവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന
ബഹുമാന്യനായ ഒരു ഉദ്ഘാടന പ്രഭാഷകൻ, അദ്ദേഹം ഒരു കോടതി വിധി പരാമർശിച്ചു. കോടതി വിധി പരാമർശിച്ചിട്ട് അതിൽ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ ഇപ്പോൾ കോടതിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വടിയെടുക്കാമെന്നിടത്ത് എത്തിയിട്ടുണ്ട്, സമ്മതം തന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ചിരിച്ചു. ഒരു അധ്യാപകൻ വടിയെ കിട്ടിയതിൻ്റെ പേരിൽ സന്തോഷിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കഴിവുകേടാണ് സത്യത്തിൽ. അതൊരു കഴിവുകേട് തന്നെയാണ്. അതേസമയം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഞാനവിടെ വിശദമായി ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു, അത് യൂട്യൂബിലൊക്കെ അത് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് മാത്രമുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അങ്ങനെയും വന്നിട്ടുണ്ട്. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു മർമ്മമുണ്ട്. അതെന്താ അറിയോ? നേരത്തെ ഈ നല്ല അധ്യാപകരടിച്ചതിനെ കുറിച്ച് അവരെ നമ്മൾ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക, പ്രത്യേകിച്ച് മഹാന്മാരെ, പ്രത്യേകിച്ചും ബഹുമാന്യരായ പണ്ഡിതന്മാർ, അതുപോലെ നമ്മുടെ തന്നെ പഴയ കാലത്ത് നല്ല മനസ്സുള്ള അധ്യാപകർ, അവരെ ഒന്ന് ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്. അതേസമയത്ത് ഈ കാലത്ത് ഇങ്ങനെയൊക്കെ സംവിധാനങ്ങൾ ഒരുങ്ങിയിട്ടും പിന്നെയും വടിയെ ആശ്രയിക്കുന്നവൻ, അവര് ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരും പറയും അടിക്കാതെ പഠിപ്പിക്കാനെങ്കിൽ അതാണ് ഏറ്റവും ഈ കഴിഞ്ഞ കാലത്ത് സ്നേഹത്തോടെ അടിച്ച ആ മഹാന്മാർ പറയും നിങ്ങൾ ഈ വഴി സ്വീകരിക്കണം എന്നവർ പറയും. അതാണ് നമ്മൾ പിന്നെ പ്രായം ചെന്ന ഉസ്താദുമാരെ നമ്മോട് പെട്ടെന്ന് അതാണ് ഈ പ്രായം ചെന്ന, നേരത്തെ ചിലപ്പോൾ അടിച്ച ഉസ്താദുമാർ തന്നെ ഇതാണ് പ്രായോഗികത എന്ന് പലപ്പോഴായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ഈ അടിച്ച മഹാന്മാരെ നമ്മൾ ഇൻസൾട്ട് ചെയ്യരുത്. പക്ഷെ ഈ കാലത്ത് വടിയെടുക്കുന്നത് സത്യത്തിൽ അവരോട് നിങ്ങൾ കാളപൂട്ടുകാരാണ് എന്ന് പറയാൻ നമ്മൾ നിർബന്ധിതരാണ്. അവരിപ്പോഴും വടിയെടുക്കുന്നുണ്ടെങ്കിൽ പഴയ കാലത്ത് ഇത്രയും വിശാലമായ സംവിധാനങ്ങളില്ല. സംവിധാനം വളരെ ചില ഇടങ്ങളിലൊക്കെ കാണാം. ഉദാഹരണത്തിന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ അയ്യുഹൽ വലദ് അല്ലാത്ത സമാനമായ മറ്റൊരു കിതാബ് പ്രിന്റഡ് അല്ലാത്തത് ഇതേ വിഷയത്തിലുണ്ട്. അത് രണ്ടും ഇങ്ങനെയുള്ളതാണ്, ഈ ടൈപ്പിലുള്ളതാണ്. അങ്ങനെ കുറേ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. പക്ഷേ അതത്രമാത്രം സുതാര്യമോ അല്ലെങ്കിൽ അത്ര സർവ്വവ്യാപകമോ അല്ലാത്തത് കൊണ്ട് അവരൊക്കെ അവരുടെ സന്മനസ്സുകൊണ്ട് അവരാലാകുന്നത് ചെയ്തതാണ്. അതിനെ നമ്മൾ വിമർശന ബുദ്ധിയെ കാണുന്നതിന് പകരം അതിന് ബഹുമാന ആദരവോടുകൂടി തന്നെ കാണണം. നമ്മൾ ഒരു പദത്തിലും ഇന്നേ വരെ ഈ പ്രഭാഷണം വരെയുള്ള ഈ നിമിഷം വരെ ഒരു പ്രഭാഷണത്തിലോ അല്ലെങ്കിൽ പേഴ്സണൽ സംസാരത്തിലോ വ്യക്തിപരമായ സംസാരത്തിലോ കഴിഞ്ഞ കാലത്ത് ഏതെങ്കിലും സന്മനസ്സുകൊണ്ട് ഇത്തരം സമീപനങ്ങൾ സ്വീകരിച്ച അടിച്ച അധ്യാപകരെ, അവരെ മുസ്ലിം അധ്യാപകരാണെങ്കിലും അല്ലാത്ത ഭൗതിക വിദ്യാഭ്യാസം നടത്തുന്ന അത്തരം അധ്യാപകരാണെങ്കിൽ പോലും ഒരു അധ്യാപകനെയും ഇൻസൾട്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു വാക്ക്, ഒരക്ഷരം ഇന്നേ വരെ ഉരിയാടിയിട്ടില്ല. പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇത്രയും സുതാര്യമായ അവസരങ്ങളോ സന്ദർഭങ്ങളോ ഉണ്ടായിട്ട് ആ നല്ലവരെ ഫോളോ ചെയ്യുന്നു എന്ന പേരിൽ ഈ അബദ്ധങ്ങൾ തീർത്തും വിളിച്ചു വരുത്തുന്നത് അത് മഹാപകടമാണ്. എന്ന് മാത്രമല്ല, ഞാനിപ്പോൾ 20 കൊല്ലത്തിനിടയിൽ ഈ ഒരു 8 കൊല്ലത്തിലധികമായി ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഈ ഒരു സ്ട്രീം, ഈ ഒരു ത്വരീഖ്, ഈ ത്വരീഖിലൂടെ പോരുമ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് കേസുകൾ നമ്മൾ കണ്ടു. അതിൽ ഒന്നുപോലും വിദ്യാർത്ഥി അപരാധിയാണ് എന്ന് പറയാൻ പറ്റിയത് ഞാൻ കണ്ടിട്ടില്ല. ഇത്തരം അടിക്കേസുകളിലും ഇത്തരം ശിക്ഷാ കേസുകളിലും വിദ്യാർത്ഥി ശിക്ഷിക്കപ്പെടേണ്ടതാണെന്ന് തെളിയിക്കപ്പെട്ടത്. പകരം അധ്യാപകരുടെ കഴിവുകേടോ അധ്യാപകരുടെ അശ്രദ്ധയോ അധ്യാപകരുടെ ദുർവാശിയും ദുരഭിമാന പ്രശ്നം, മുൻധാരണകൾ, ഇതാണ് പലയിടത്തും പ്രതിയാകുന്നത്. ഇന്നലെ ഒരു അധ്യാപകൻ പറഞ്ഞ് ഞാൻ അടിക്കാറില്ല എന്ന് പറഞ്ഞു. അടിക്കാറില്ല, പക്ഷെ ഞാൻ നല്ല വാക്കുകൾ ഉപയോഗിച്ച് നല്ലോണം എന്ത് ചെയ്യാറുണ്ട്, വാചക കസർത്ത് നടത്താറുണ്ട്, ചീത്ത വിളിക്കാറുണ്ടെന്ന് പറഞ്ഞ ഉദ്ദേശം. എന്ന് ഒരു അധ്യാപകൻ പറഞ്ഞു. അടിക്ക് നിർത്തി അദ്ദേഹം പോസിറ്റീവായിട്ട് പറഞ്ഞതോടുകൂടി അദ്ദേഹം ഞാൻ ഇതാ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ അടുത്തുണ്ടായ ഒരു അനുഭവമാണ്. ഒരു അധ്യാപകന് ആ അധ്യാപകൻ്റെ ഒരു ഇമോഷണലായ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു ദീർഘകാലം അവിടെ വളരെ സ്നേഹിക്കുന്നൊരു ശിഷ്യനോട് വളരെ രൂക്ഷമായി സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ പെയിനും അദ്ദേഹത്തിന് ഓർമ്മ വരുമ്പോൾ ഈ ഒരു സംഭവം, ആ വാക്കുകളിലെ ചില പ്രയോഗങ്ങൾ ഇങ്ങനെ മനസ്സിൽ തികട്ടി വരുമ്പോൾ ഉണ്ടാകുന്നൊരു അസ്വസ്ഥത. അദ്ദേഹം ഒരിക്കൽ ആ വ്യക്തി ഇത് തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഞാനത് കേൾക്കേണ്ടി വന്നല്ലോ, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു കളഞ്ഞല്ലോ എന്നുള്ള ആ ഒരു സങ്കടം കൊണ്ട് അദ്ദേഹം ഒരുപാട് ദീർഘദൂരം നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ സത്യത്തിൽ എന്തായിരിക്കും, ഈ ഒരു വാക്കിൻ്റെ ഞാൻ അദ്ദേഹത്തിനോട് ഈ അനുഭവം പറഞ്ഞു കൊടുത്തു.
ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നത്. കൂടെ ഒന്നുകൂടെ ഒരു വിരോധാഭാസമായി തോന്നുന്നൊരു സംഗതിയുണ്ട്. ഇപ്പം നേരത്തെ ഉസ്താദ് പറഞ്ഞു ആ ഒരു വീടിന് ചുറ്റും ഓടിയ കുട്ടി, ആ കുട്ടിയോട് നമ്മൾ വെന്റിലേറ്റ് ചെയ്ത് അവന് സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അവൻ ബോൾഡായി മാറി. അവൻ പിന്നെ എന്താ പറയുക, അവന് ഈ ക്രൈസിസിനെ ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ തയ്യാറായി വരുന്നു എന്ന് ഉസ്താദ് പറഞ്ഞു. നേരെ മറിച്ച് ഞാൻ മുമ്പ് ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരാളെ കാണാൻ പിന്നെ പോയ സമയത്ത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺസൾട്ടൻസിയുടെ ഭാഗമായി കാണാൻ പോയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അടി കിട്ടിയാലേ കുട്ടികൾക്ക് ചലഞ്ചുകൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള കരുത്തുണ്ടാവുള്ളൂ. മാനസികമായിട്ടുള്ള ഹിമ്മത്ത്, എന്താ പറയുക, ആ ഒരു വിൽ പവർ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം, അടി കിട്ടണം, ചീത്ത കേൾക്കണം, കണ്ണുരുട്ടൽ കാണണം എന്ന് അദ്ദേഹം പറയണ്ടായി. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അത് വിരോധാഭാസമാണ് പറയുന്നത്, അത് സത്യമല്ല. ഒന്നുകിൽ അതിന് ആദർശം കൊണ്ട് അതിനൊരു പിൻബലം വേണം, പ്രമാണം കൊണ്ട് പിൻബലം വേണം. അതല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ പറയുന്ന ആൾ അനുഭവം കൊണ്ടുകൂടി തെളിയിക്കണം. അവിടെ ഇത് രണ്ടും ഇല്ലാത്തതാണിത്. അവിടെ കുറേ ശ്രോതാക്കൾക്ക് ഞാൻ പറയുന്ന പൂർണ്ണമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എതിരഭിപ്രായം ഉണ്ടാകും. എതിരഭിപ്രായത്തെ എപ്പോഴും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഒന്ന്, ഈ കുട്ടിക്ക് ഈ ഒരു പ്രതിരോധശേഷി ഉണ്ടാകാൻ വേണ്ടി തല്ലുക, അതിനുവേണ്ടി ചീത്ത വിളിക്കുക, അതിനുവേണ്ടി ഇങ്ങനെ അനുഭവിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു മാർഗനിർദ്ദേശം ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടി ഇത് ചെയ്യാന്നുള്ളത് എന്തായാലും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തൊരു കാര്യം, ഇതില്ലാതെ വളർന്ന ഒരാൾക്ക് പിൻബലം നൽകാൻ ഒരാളുണ്ടെങ്കിൽ അവരേത് ഉന്നതങ്ങളിലേക്കും കയറി ചെല്ലുമെന്നതാണ് സത്യം. അത് ആദർശം കൊണ്ട് സൈക്കോളജിക്കലി തെളിയിക്കപ്പെട്ടതാണ്, അനുഭവം കൊണ്ടും തെളിയിക്കപ്പെട്ടതാണ്. ഒരാൾ തല്ല് കൊള്ളണം എന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ആ ഒരു പിൻബലം, സ്നേഹമുള്ളൊരു പിൻബലം, ആ പിൻബലം ഉണ്ടെങ്കിൽ അയാൾ എത്ര ഉന്നതങ്ങളിലേക്കും പോകാൻ കഴിയും. പലപ്പോഴും ഒരു പ്രതിസന്ധിയും നേരിടാത്ത പക്ഷേ കൃത്യമായ പിന്തുണ കിട്ടുന്നു. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ അധ്യാപകരായാലും രക്ഷിതാക്കളായാലും ഒക്കെ ഈ നിലപാട് ആവശ്യമുള്ള സ്ഥലത്ത് നിലപാടിൽ നിൽക്കണം. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതായത് ഒരു തെറ്റുകൾ അംഗീകരിച്ചു കൊടുക്കുക, അത്തരം സംഗതികൾ ചെയ്യാതിരിക്കണം. ശരികൾ അംഗീകരിക്കുകയും തെറ്റുകൾ വരുന്ന സമയത്ത് അത് തെറ്റുകളാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ തന്നെ ഈ മക്കൾ ഉയർന്നു വരികയും നല്ല വളർന്നു വരികയും ഉന്നതങ്ങളിലെത്തുകയും ചെയ്യും. അല്ലാതെ പ്രതിരോധത്തിന് വേണ്ടി ചീത്ത വിളിക്കുക, അവരെ ആക്ഷേപിക്കുക, അവരെ തല്ലുക, അങ്ങനെയില്ല. സ്നേഹം കിട്ടിയാൽ തന്നെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റും വിധം അവർ ഉന്നതങ്ങളിലെത്തുകയും വളർന്നു വലുതാകുകയും ചെയ്യും. അതാണ് എൻ്റെ ഒരു സത്യം. പിന്നെ അവിടെ മറ്റൊരു ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പോയിന്റ് തോന്നിയത്, ഇപ്പോൾ ഈ അടുത്തുണ്ടായ ഒരു 4 വർഷമായി ഒരു റെസിഡൻഷ്യൽ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ആ കുട്ടിക്ക് ഒരിക്കലും പുറത്തു പോകാൻ കഴിയാത്ത, സഹിച്ചു പോകാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രയാസങ്ങൾ ആ കുട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ആറ്റിറ്റ്യൂഡിൻ്റെ വിഷയത്തിൽ, അധ്യാപകരിൽ നിന്നും ഒക്കെ ഉള്ള ഒരു സമീപനത്തിൻ്റെ വിഷയത്തിൽ. അപ്പോൾ ആ കുട്ടിക്ക് അവിടുന്ന് മാറി മറ്റൊരു സ്ഥാപനത്തിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ആ കുട്ടിയെ പിടിച്ചു വലിക്കുന്നതെന്ന് വെച്ചാൽ, ആ കുട്ടിയുടെ ഫാദറിൻ്റെ, ഉപ്പയുടെ ഒരു അധ്യാപകൻ്റെ അടുത്താണ് ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധ്യാപകൻ്റെ ഗുരുത്തക്കേട് എന്ന് പറയുന്ന സംഭവം, ഈ ഗുരുത്തക്കേട് കിട്ടുമെന്ന് പേടിച്ചിട്ട് പോരാൻ കഴിയുന്നില്ല. പക്ഷേ കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ഈ കുട്ടീനെ 4 വർഷം ഇങ്ങനെ വേസ്റ്റ് ആയ ഒരു കഥ പറഞ്ഞു. അപ്പോൾ അതിന് എന്താണ് ഈ ഗുരുത്തക്കേട് അങ്ങനെ പോരുമ്പോൾ ഉണ്ടാകുമോ, എന്താണ് അതിന് ഇസ്ലാമികമായും അല്ലാതെയും രണ്ട് വശങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പലപ്പോഴും ചെറിയ കാലത്തെ സിറാജുൽ ഹുദയിൽ പഠിക്കുമ്പോൾ തന്നെ പലപ്പോഴായി ബഹുമാനപ്പെട്ട എൻ്റെ പേരോട് ഉസ്താദിൻ്റെയൊക്കെ ഉസ്താദാണ് പുല്ലൂക്കര ഉസ്താദ്. ഒരുപക്ഷെ അധ്യാപകർക്ക് വളരെ ഉത്തമമായ മാതൃകയുള്ള, വല്ലാത്ത പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മാതൃകയുള്ളൊരു മഹാനായിരുന്നു ഉസ്താദ്. അള്ളാഹു പരലോകത്ത് ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനവറുകളുടെ വാക്ക് എപ്പോഴും ഉദ്ധരിക്കാറുണ്ട്. ഒരു ഗുരുനാഥൻ, ഒരു ഉസ്താദ്, ആ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് വിജ്ഞാനം കിട്ടുന്നതിൽ തകരാറുണ്ടെങ്കിൽ അവിടെ ഉസ്താദിൻ്റെ സമ്മതമില്ലാതെ വിജ്ഞാനം കിട്ടുന്ന മറ്റൊരു പരിഹാര മാർഗം സ്വീകരിക്കുന്നത് ഒരിക്കലും അതൊരു തൃപ്തിക്കേട് അത് കിട്ടുന്നൊരു വഴിയല്ല. പൊരുത്തക്കേട് ഉണ്ടാകുന്ന, ഗുരുത്തക്കേട് ഉണ്ടാകുന്ന വഴിയേ അല്ല. അതുകൊണ്ട് തന്നെ ഒന്ന് അത്. രണ്ടാമത്തത്, ഒരു ഗുരുനാഥൻ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൊണ്ട് സമ്പന്നനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുണ്ടാകേണ്ടത്, ഒരു വിദ്യാർത്ഥിക്ക് എൻ്റെ അടുത്ത് നിന്ന് എല്ലാ ടീച്ചിങ്ങും ഒരുപോലെ അല്ലല്ലോ. എല്ലാവരുടെ തദ്രീസും, എല്ലാവരുടെ താലീമും, എല്ലാവരുടെ അധ്യാപനം ഒരുപോലെ അല്ല. പലപ്പോഴും കുട്ടികൾക്ക് വ്യത്യസ്തമായ ഈ
ടീച്ചിങ് ഫലപ്പെട്ടേക്കാം, ഒരേ വ്യത്യസ്ത ടീച്ചിങ്ങുകളായിരിക്കും പലർക്കും ഫലപ്പെടുക. അപ്പോൾ എൻ്റെ ഒരു ടീച്ചിങ് ഒരു കുട്ടിക്ക് ഫലപ്പെടുന്നില്ല, എൻ്റെ ഒരു അധ്യാപനം ഒരു കുട്ടിക്ക് ഫലപ്പെടുന്നില്ല, ആ കുട്ടിക്ക് മറ്റൊരിടത്ത് പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ പഠിക്കാൻ വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്ന ചിന്താഗതി അത് അറിവിനോടുള്ള അനാദരവാണ്. ആരുടെ? അധ്യാപകൻ്റെ അനാദരവാണ്. അധ്യാപകൻ അറിവിനോട് ആദരവ് കാണിക്കേണ്ടത് ആ കുട്ടി അറിവ് നേടട്ടെ, അതിനെവിടെയാണെങ്കിലും പോകട്ടെ. അതിന് മറ്റെവിടത്തെക്കാളും വിഭവം എൻ്റെ അടുത്ത് ഉണ്ടാകാൻ ഞാൻ ശ്രമിക്കണം. എപ്പോഴും വിഭവം സമൃദ്ധമാക്കാൻ, അതുപോലെ അട്രാക്റ്റീവ് ആകർഷണീയമാക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കണം. അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഉസ്താദ് സുലൈമാൻ ഉസ്താദിൻ്റെ ഒക്കെ ആ വാക്കുകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് പഴയ ആലിമ്യങ്ങളെ തുടർച്ച എന്ന് തോന്നുന്നത്. അതായത് പിന്നെ ഉസ്താദ് പറഞ്ഞു, ഞാൻ ഉണ്ണിക്കുട്ടി ഉസ്താദിൻ്റെ ഉണ്ണിക്കുട്ടി പാപ്പാന്ന് ഉസ്താദിൻ്റെ പ്രയോഗം ഉണ്ടാകുക, അവിടെ പഠിച്ചിട്ടുണ്ട്, കൈപ്പറ്റ ഉസ്താദിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, ബഹറുലുമിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട് എന്നങ്ങനെ എണ്ണി പറയുന്നത്. പഴയ കാലത്തെ ആലിമ്യങ്ങൾക്കൊക്കെ ഒരുപാട് ഉസ്താദന്മാരുണ്ടാവും. അത് ഇന്ന് കാണുന്ന ഒരു പിന്നെ സ്ഥാപനം, പിന്നെ ദാവ കോളേജ് പോലത്തെ സ്ഥാപനങ്ങളിലെ വ്യത്യസ്ത ഉസ്താദുമാരല്ല. ഒരു പള്ളി ദർസയിൽ നിന്ന് മറ്റു പള്ളി ദർസയിലേക്ക്, അവിടെ നിന്ന് മറ്റു പള്ളി ദർസയിലേക്ക്, അങ്ങനെ ഒരു പ്രയാണം തന്നെയാണ്. അവർ റെക്കമെൻഡ് ചെയ്യും കൊടുച്ച്, അതായത് അങ്ങോട്ട് പോകാനുള്ള റെക്കമെൻഡേഷൻ വേണമെങ്കിൽ അവർ ചെയ്തു കൊടുക്കുക ചെയ്യുക, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക. അതാണ് ശരിക്കുള്ള ഈ റൂട്ട്. അതാണ്. അല്ലാതെ ഒരു കുട്ടി പോയാൽ പൊരുത്തക്കേട്, ആ കുട്ടി പോയാൽ കുട്ടി നാശമായി പോകുന്നുള്ള അത് ആ പറച്ചിലും അല്ലെങ്കിൽ ആ ചിന്തയും അത് വളരെ അറിവിനോടുള്ള ഒരു അനാദരവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഉസ്താദിനോട് ഒരു എന്താ പറയാ, ഒരു അനാദരവ് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമേ അത് ചെയ്യും. അതിന്റെ പേരിൽ ചെയ്യുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ. അറിവിനെയും നമുക്ക് അറിവ് നൽകുന്ന ഗുരുനാഥന്മാരെയും, അത് അക്കാദമികമായ ഭൗതികമായ അറിവാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, അറിവിനെയും അറിവ് നൽകുന്ന ആ ഗുരുനാഥന്മാരെ ആദരിക്കണം. അതെപ്പോഴും ആദരിക്കണം. അതേ സമയത്ത് അതിൻ്റെ പേരിൽ അറിവ് നേടേണ്ട സമയം നഷ്ടപ്പെടുത്തുകയോ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അറിവ് നേടാൻ പറ്റുന്നില്ല, മറ്റൊരു സ്ഥലത്താണ് അതിനുള്ള സാധ്യത ഉള്ളെങ്കിൽ അത് തേടുന്നതിനെ അവഗണിക്കുകയോ ചെയ്യാൻ യാതൊരു ചാൻസും ഇല്ല. അത് ഗുരുത്തക്കേടല്ല, അതൊരിക്കലും മോശമല്ല, മറിച്ച് അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ശരിക്കും നല്ല കഴിവുള്ളവർ ചെയ്യേണ്ടത്. പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു കഴിവുകേടിൻ്റെ ലക്ഷണമായിട്ടാണ് മാറുക. ഇതിലേറ്റവും സൂചിപ്പിക്കേണ്ട, ഇടയ്ക്ക് വിട്ടുപോയൊരു സംഗതി, സൂചനയിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയണമെന്ന് കരുതിയത്, ഈ ചില വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത് വാക്കിനേക്കാൾ ഗൗരവമാണ്, അടിയേക്കാൾ ഗൗരവമാണ് ചില സമയങ്ങളിൽ വാക്കുകൾ. മോശമായ വാക്കുകൾ പറയുക, പരിഹസിക്കുക, ഇൻസൾട്ട് ചെയ്യുക, നിന്ദിക്കുക. ഇതൊക്കെ പലപ്പോഴും ചിലയിടത്ത് അധ്യാപകർക്ക് ഇത് അനുവദനീയമാണ് എന്നുള്ള ഒരു മട്ടിൽ കളിയാക്കുക, ഇൻസൾട്ട് ചെയ്യുന്നതൊക്കെ കാണാം. ഇത് മനുഷ്യത്വരഹിതമാണ്. ഒരാളുടെ ഖുർആൻ ഒരിടത്ത് മൂസാ നബി അലൈഹി സ്വലാമിനോട് അത്തഖിദുന ഹുസുവ, ഞങ്ങളെ പരിഹസിക്കുകയാണ് എന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി ഔദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ എന്ന്. വിവരക്കേടാണ് ഈ പരിഹാസം എന്ന് പറയുന്നത്. വിവരക്കേടിൻ്റെ ഒരു സിംറ്റംസാണ്, അടയാളമാണ്. അപ്പോൾ അധ്യാപകർ ഒരിക്കലും അവരുടെ ലൈഫിൽ വിദ്യാർത്ഥികളെ എന്നല്ല, ആരെയും പരിഹസിക്കരുത്, വിദ്യാർത്ഥികളെ ഒട്ടും പരിഹസിക്കരുത്. അതുപോലെ അവരുടെ അഭാവത്തിൽ അവരുടെ നെഗറ്റീവ് പറയുക, വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ നമ്മൾ സ്റ്റാഫ് റൂമിലോ അല്ലെങ്കിൽ മറ്റ് സാന്നിധ്യത്തിൽ അവരെക്കുറിച്ച് നെഗറ്റീവ് പറയുക, ഇതൊക്കെ മോശം സംസ്കാരമാണ്, തിരുത്തപ്പെടേണ്ട സംസ്കാരമാണ്. പലപ്പോഴും ചില വിദ്യാലയങ്ങളിലൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. ഒരു ദിവസം ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ ഒരു അധ്യാപകൻ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഈ അധ്യാപകൻ പിന്നെ കുട്ടിയോട് ചോദിക്കുന്നു, നിൻ്റെ ഇഷ്ട വിഷയം എന്താണ് എന്ന് ചോദിച്ചു. ഈ കുട്ടി എനിക്ക് മാത്സ് ആണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അധ്യാപകൻ ഉടനെ ഒരു മാത്സിലെ കോംപ്ലിക്കേറ്റഡായ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കുട്ടിക്ക് കിട്ടിയില്ല. കിട്ടാത്തപ്പോൾ ഇയാൾ പബ്ലിക്കിൽ വളരെ മറ്റുള്ളവർ കേൾക്കെ ചോദിക്കുകയാണ്, നീയാണോ കണക്കിഷ്ടമാണെന്ന് പറഞ്ഞത്. ആ കുട്ടി ചൂളിപ്പോയി ശരിക്കും. ആ കുട്ടിയുടെ നെഞ്ചത്തിടിച്ച് കയറി ഒരു കടാര പോലെ വേദനിപ്പിക്കുന്നതാണ് ആ വാക്ക്. ഒരു ചോദ്യം കിട്ടാതിരുന്നാൽ തന്നെ വേദന ഉണ്ടാകും. ആ സമയത്ത് മറ്റൊരു വാക്കും കൂടെ ഉന്നയിക്കുമ്പോൾ എന്തുമാത്രം നോവുണ്ടാകും. ഇതുപോലെ എനിക്ക് ഈ സമീപകാലത്ത് നിരവധി വിദ്യാർത്ഥികൾ ഇത്തരം വാക്പ്രയോഗങ്ങൾ കൊണ്ട് പഠനം മടുത്ത, സ്ഥാപനം മടുത്ത വിദ്യാർത്ഥികൾ എനിക്കറിയാം. അപ്പോൾ നമ്മൾ അതും കൂടെ സൂചിപ്പിക്കപ്പെടേണ്ടതും ഒരു ചർച്ച വരേണ്ടത് ഒരു മാറ്ററാണ്. അതിൻ്റെ അർത്ഥം അധ്യാപകരിങ്ങനെയാണ് എന്നല്ല, മറിച്ച് അധ്യാപകരിലെ വളരെ ചെറിയൊരു ഡോട്ടാണെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അപകടം മാരകമാണ്, അത് തിരുത്തപ്പെടേണ്ടതാണെന്ന് മാത്രമാണ്. അല്ലാതെ നമ്മളിപ്പോൾ ഈ ചർച്ച പുറത്തു കൊണ്ടുവരുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സതുദ്ദേശ്യപരമായ തിരുത്തൽ അതാവശ്യമാണ്. ഇത് സമൂഹ മധ്യേ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്നും കൂടിയാണ് നമ്മുടെ വിശ്വാസം. അതായത് ഒരു സമൂഹവും അവെയർ ആകണം. സമൂഹം ഇതെല്ലാം ഇങ്ങനെ ആദരവിൻ്റെ പേരിൽ വെച്ച് പൊറുപ്പിക്കേണ്ടതൊന്നുമല്ല.
അധ്യാപകർ എന്ന് പറയേണ്ടത് ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് എപ്പോഴും സന്നദ്ധരാകണം. അപ്പോഴാണല്ലോ നമ്മൾ വളരുക. അല്ലാതെ ഒരു ഓഡിറ്റിങ്ങിനും വിധേയരാകാതെ ഇങ്ങനെ സംശുദ്ധരാകേണ്ടത് നമ്മുടെ നേട്ടങ്ങൾ കൊണ്ടും അച്ചീവ്മെൻറ്റ് കൊണ്ടുമാണ് നമ്മൾ സംശുദ്ധരാകേണ്ടത്. അല്ലാതെ ഈ അധ്യാപകൻ എന്ന അഡ്രസ്സിൻ്റെ മറവിൽ സംശുദ്ധരാകുന്നത് ശരിയല്ല. മറിച്ച് ആ അധ്യാപകൻ എന്ന അഡ്രസ്സിൻ്റെ പുറമെ നിരന്തരം നാം നമ്മെ മോൾഡ് ചെയ്തെടുക്കണം. അതാണ് ശരി. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനൊരു ഓഡിറ്റിങ് നടക്കൽ അനിവാര്യമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന ഈ ഒരു ആശയം, ഇത് മറ്റു പഴയ കാലത്തുള്ള കാര്യങ്ങളെ തിരുത്തുകയല്ല, അതിൻ്റെ ഒരു തുടർച്ചയാണെന്നാണ്. തീർച്ചയായും. അതായത് പഴയ കാലത്തെ ഇപ്പോൾ അധ്യാപകർ എന്നതിനെ നമ്മളൊരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ഒരു പാതയിലൂടെ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അതിൽ വളരെ അത്യപൂർവമായ ഏതെങ്കിലും ഒറ്റപ്പെട്ട തിരുത്തപ്പെടേണ്ട ഡോട്ടുകൾ മാത്രമാണ് ഇത്. അല്ലാതെ പഴയതിൻ്റെ തുടർച്ച നമ്മളിപ്പോൾ പറയുന്നതാണ്. അതായത് ഒരു അധ്യാപകൻ കുട്ടികളെ നയിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. ഒരു അധ്യാപകൻ്റെ മികവ് സ്നേഹം കൊണ്ട് അധ്യാപനം നടത്തുക എന്നതാണ്. കഴിവുകൾ കൊണ്ട് അതിജയിക്കലാണ്. ഒരു വിദ്യാർത്ഥിയെ മോൾഡ് ചെയ്തെടുക്കുക, സമുദ്ധരിപ്പിക്കുക, വിദ്യാർത്ഥിയെ വേദനിപ്പിക്കുന്നതിന് പകരം സ്നേഹം നൽകി വളർത്തുക, ഇതൊക്കെയാണ് അധ്യാപകരുടെ യഥാർത്ഥ റൂട്ട്. ആ റൂട്ട് തുടക്കം മുതലേ അങ്ങനെയാണ്. ഇപ്പം ചിലരൊക്കെ പറയും പല പ്രഭാഷണങ്ങളിലും, അല്ലെങ്കിൽ നമ്മളെ തന്നെ ചിലപ്പോൾ ഇൻവൈറ്റ് ചെയ്യുമ്പോഴും വെൽക്കം ചെയ്യുമ്പോഴൊക്കെ ചിലർ പറയും പഴയ കാലത്തെ പോലെ അല്ല ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ, അതുകൊണ്ട് നമ്മൾ പഠിക്കണം. ഞാനതിന് അപ്പം തന്നെ തിരുത്തു പറയാറുണ്ട്. അതായത് പഴയ കാലത്തെ വിദ്യാർത്ഥിയായാലും ഇപ്പോഴത്തെ കാലത്തെ വിദ്യാർത്ഥിയായാലും എല്ലാവർക്കും ബാധകമായൊരു വിഷയമാണ് സ്നേഹം കൊണ്ടാണ് അധ്യാപനം നടക്കേണ്ടത്. അത് പഴയ കാലത്താണെങ്കിലും പുതിയ കാലത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. പുതിയ കാലത്ത് നമ്മളിപ്പോൾ കഴിഞ്ഞൊരു ചർച്ച നേരത്തെ നടത്തിയതും ഇനി അത് തുടർച്ചയായി ആവശ്യമുള്ളൊരു വിഷയമാണ് കാലഘട്ടത്തിനനുസരിച്ച് അൽഫ ജനറേഷൻ. സത്യത്തിൽ ആ കാലഘട്ടം എന്ന പേരിലുള്ള വിമർശനം അതൊക്കെ ഒരു ഒളിച്ചോട്ടമാണ്. കാലഘട്ടത്തിൻ്റെ പേരിലുള്ള വിമർശനം ഒരു ഒളിച്ചോട്ടമാണ്. പുതിയ കാലത്ത് വിദ്യാർത്ഥികൾക്ക് കഴിവുകേടുണ്ട് എന്ന് പറയുന്നത് ഉപരി ചെയ്യേണ്ടത് കഴിവുകൾ മനസ്സിലാക്കുക ചെയ്യേണ്ടത്. പലപ്പോഴായി പറഞ്ഞതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ടോക്ക് സീരീസിൽ അതിനെ വല്ലാതെ കൊണ്ടുവരുന്നില്ല. മറ്റൊരു ടോക്ക് സീരീസിൽ അത് നന്നായിട്ട് വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് നേരത്തെ ഉള്ള നല്ല മഹാന്മാരുടെ, നല്ല സ്വാലിഹീങ്ങളുടെ പിന്തുടർച്ച ഇതാണ്. സ്വാലിഹീങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്കിനെയോ അവരുടെ അനുഭവങ്ങളെയോ അവരുടെ കഴിഞ്ഞ കാലത്തെ സംഭവങ്ങളെയോ ചെറുതാക്കി കാണുന്ന ഒരു പദപ്രയോഗം പോലും ചെയ്യരുത്. നമ്മൾ ഇതുവരെ ഈ നിമിഷം വരെ ഒരു സ്ഥലത്തും ഒരു പ്രഭാഷണത്തിലോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ടോക്കിലോ ഒരു സ്ഥലത്തും അത് കൊണ്ടുവന്നിട്ടില്ല. കാരണം അത് സൂക്ഷിക്കേണ്ടതാണ്. പക്ഷേ അവരെ പിന്തുടരുന്നു എന്ന വ്യാജേന നശീകരണം അത് അനുവദിക്കപ്പെടാവതല്ല. പ്രതികരണം അനിവാര്യമാണ്. ആ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ മുന്നിൽ നിൽക്കും എന്നതാണ് നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത്.